ഞാൻ മനസ്സിലാക്കിയ ഇതുവരെയുള്ള കാലത്തിൽ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലായ്മ എന്ന് പറയുന്നത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ ഉള്ളിലുണ്ട്. ആ പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മളെ പലപ്പോഴും പല തെറ്റുകളിലും കൊണ്ടെത്തി. അതുകൊണ്ട് നമ്മൾ മലയാളികൾ നമ്മുടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തുടക്കം മുതൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എല്ലാ കാര്യങ്ങൾക്കും വേണം. നമ്മൾ ഡാറ്റകൾ സൂക്ഷിക്കുന്നതിലായാലും, നമ്മൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലായാലും, നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലായാലും എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ബിസിനസ് രക്ഷപ്പെടാൻ പറ്റൂ. എൻ്റെ അമ്മച്ചിയൊക്കെ ഞാൻ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് പറയുമായിരുന്നു എന്നോട്, കണ്ണെത്താവുന്നതേ ചെയ്യാവൂ എന്ന് പറയും. കാരണം അമ്മച്ചിയൊക്കെ ഞാൻ ഒരു ദിവസം ഇവിടെ തുടങ്ങുന്നു, അടുത്ത ദിവസം ബാംഗ്ലൂർ തുടങ്ങുന്നു, പിന്നെ ഡൽഹി തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ കാലത്തുള്ള ആൾക്കാർക്ക്, ചേർത്തലക്കാരനായ എനിക്ക് തെക്കോട്ട് നോക്കിയാൽ ആലപ്പുഴ വരെയും വടക്കോട്ട് നോക്കിയാൽ എറണാകുളം വരെ കണ്ണെത്തുള്ളൂ. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മുടെ ടെക്നോളജിയൊക്കെ അതിനനുസരിച്ച് വലുതായി. അപ്പോൾ അത്രയും വലിയ ടെക്നോളജിയൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ലോകത്ത് മുഴുവൻ പറന്ന് നടന്ന് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, അതിലേക്ക് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഉറപ്പായും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാ കാര്യങ്ങളിലും വേണം. ഈവൻ നമ്മുടെ ജീവിത ശൈലികളിൽ പോലും. എങ്കിൽ മാത്രമേ, നിങ്ങൾ ഏതെങ്കിലും രക്ഷപ്പെട്ടിട്ടുള്ള വലിയ വലിയ ബിസിനസ്സുകാർ നോക്കിക്കോളൂ, അവരുടെ ജീവിത ശൈലികളിൽ പോലും അവർ ആ പ്രൊഫഷണലിസം മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ മലയാളികളുടെ ഇടയിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡാറ്റ എന്ന് പറയുന്ന സാധനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്, അത് ഒരു ബിസിനസ്സിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും ജീവിതത്തിലായാലും, ഞാൻ ആര് എന്ന് എന്നെ പഠിപ്പിക്കേണ്ടത് എൻ്റെ കഴിഞ്ഞുപോയ കഥകളാണ്. എന്നിലുള്ള കഴിവെന്താണ്, എന്നിലുള്ള പോരായ്മ എന്താണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ, അല്ല നമ്മൾ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ അതേ കഴിവുള്ള ഒരാളെ അല്ല ഞാൻ പാർട്ണറായിട്ട് കണ്ടെത്തേണ്ടത്, എൻ്റെ പോരായ്മ നികത്തുന്ന ഒരാളെ ആയിരിക്കണം ഞാൻ പാർട്ണറായിട്ട് കാണേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചാണ്, എനിക്ക് മീൻ കച്ചവടം അറിയാം, പക്ഷേ എനിക്കൊരു പ്രൊഫഷണലിസം ഒരു മലയാളികളെ പോലെ എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് മീൻ കച്ചവടം അറിഞ്ഞാൽ മാത്രം പോരാ, ഒരു ഇ-കൊമേഴ്സ് പ്രസ്ഥാനം നടത്തണമെങ്കിൽ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടെക്നോളജിയും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ പോരായ്മ ടെക്നോളജി ഇല്ലായ്മയാണ്. അപ്പോൾ ഞാനൊരു പാർട്ണറെ കണ്ടെത്തേണ്ടത് മീൻ കച്ചവടം അറിയേണ്ട ആളല്ല ഞാൻ എടുക്കേണ്ടത്. പകരം എൻ്റെ ടെക്നോളജിയും എൻ്റെ ഇ-കൊമേഴ്സ് ബിസിനസ്സേയും നയിക്കാൻ അറിയാവുന്ന പ്രൊഫഷണലിസമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടെത്തേണ്ടത്. അതുതന്നെയാണ് ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം. ഞാൻ എപ്പോഴും പറയും, എപ്പോഴാണോ മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത് അപ്പോഴാണ് ഫ്രഷ് ടു ഹോം ഉണ്ടായത്. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാം IT-കാരും പ്രൊഫഷണൽക്കാരും ആൾക്കാരുമാണ്. പക്ഷേ അവർക്കാർക്കും മീൻ കച്ചവടം അറിയില്ല. മീൻ കച്ചവടം എനിക്കറിയാം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളതെന്താണ്, നമ്മുടെ കഴിവെന്താണെന്ന് കണ്ടെത്തുന്നതിനൊപ്പം നമ്മുടെ പോരായ്മ എന്താണെന്ന് നമ്മൾ കണ്ടറിയണം. അങ്ങനെ വേണം നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ.